ആട് 3 വാസ് അഗൈൻ എ ഫൺ റൈഡ്. ഒരു മരുഭൂമിയിൽ കുറച്ച് മഴ കിട്ടിയൊരു അവസ്ഥയായിരുന്നു ഇവർ പടം കണ്ടപ്പോൾ. കാരണം നമുക്ക് ഈ കോമഡി ജോണറിലുള്ള സിനിമകൾ നമുക്ക് കിട്ടാറില്ല ഇപ്പോൾ തൊട്ട് റീസെൻ്റ്ലി. അങ്ങനെ ഉള്ളപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് തിയേറ്ററിൽ പോയിട്ട് ചിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പടത്തിന് കയറിയത്. അത് ഈ പടത്തിലുണ്ട്. സോ ഈ പടത്തിൻ്റെ പർപ്പസ് എന്താണോ അത് ഈ പടം സർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി മറ്റ് 2 പടങ്ങളിൽ വെച്ചിട്ട്. ഫണ്ണ് കുറച്ച് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ സിനിമ കുറച്ചും കൂടി ലെങ്ത് ഉണ്ട്. മറ്റേതിനേക്കാളും കുറേ കൂടി വലിയ സ്കെയിലാണ് ഈ ഒരു പടം. അതുകൊണ്ട് ഈ സിനിമ ഒരു 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 ട്രാക്കിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ പൊക്കോളും. സോ ഒരു 3 മണിക്കൂർ ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് അവിടെ ഒന്നും നമുക്ക് ബോറടിക്കുന്നുമില്ല. ഇതിൻ്റെ ഈ കഥ ഇങ്ങനെ ഈ പറഞ്ഞല്ലോ, നമുക്കറിയാലോ ഒരു മൾട്ടിപ്പിൾ ടൈം ലൈൻസ് ഒക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരാൻ, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് അതൊന്ന് കയറി കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ പടം ഇങ്ങനെ പോകും. സോ അവർ ഇനീഷ്യലി പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഡ്രൈ ആയ പോലെ നമുക്കതിൽ ഈ കഥ ഇങ്ങനെ കുറേ പറയാനുള്ളത് കൊണ്ട് അതിൽ കുറച്ച് ഫൺ എലമെൻറ്റ്സ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു സാധനം നമുക്ക് കിട്ടില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഒരു പ്രോപ്പർ ഫൺ റൈഡായിട്ട് തന്നെ ഈ ഒരു പടം മാറുന്നുണ്ട്. ആൻഡ് ഈ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെയാണ് ഇതിൽ ആദ്യം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ടൈം ലൈനിൻ്റെ ഇൻട്രൊഡക്ഷൻ. സോ അതൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഓൾറെഡി നമുക്കറിയാം, നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ആരാണെന്ന് അറിയാം. വലിയൊരു ഹൈ ഒന്നും അവരുടെ ആ ഒരു ഇൻട്രോ സാധനത്തിലൊന്നും കിട്ടിയില്ല. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അവിടെ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ സെക്കൻഡിൽ തന്നെ ഇപ്പോൾ ഷാജി പാപ്പൻ്റെ ഇൻട്രോ കഴിഞ്ഞ തൊട്ടടുത്ത സീനിൽ എന്താ നടന്നത് നമുക്കറിയാം. ഇതേപോലെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഒരു കറക്റ്റായിട്ട് ആ ഒരു പൾസ് മനസ്സിലായിട്ട് ഓഡിയൻസ് എന്താണ് ഈ ഒരു ആടിൻ്റെ ഫ്രാഞ്ചൈസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു പൾസ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് റൈറ്റർ ഡയറക്ടർ ഇത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിക്ക കൗണ്ടേഴ്സും മിക്ക സീക്വൻസുകളും നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടി ഫണ്ണ് കൂട്ടായിരുന്നു. ഈ ഒരു പക്ഷേ ഇനി സെക്കൻഡ് പടം ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് ആയിട്ടൊന്നും അല്ല ഞാൻ ഷൂട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഫുള്ളി ഫ്ലഡ്ജഡ് ആയിട്ട് നമുക്കിങ്ങനെ ചില സീനുണ്ട് ഇതിൽ. ഇപ്പോൾ ഈ മന്ത്രവാദിനെ കാണാൻ പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ചിരി തുടങ്ങിയാൽ നമുക്ക് ഒന്ന് ഹാൾട്ട് ആകുമ്പോഴേക്കും അടുത്ത് വരും. നമുക്കിങ്ങനെ ചറപറാന്ന് പറഞ്ഞിട്ട് തിയേറ്റർ മുഴുവനായിട്ട് ചിരിക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഇതിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കും. ഇങ്ങനെ നിരത്തിയ സാധനമല്ല. ഇവർക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ശരിയാണ്, ഈ ഒരു പ്ലോട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, ഈ ഒരു ടൈം ലൈൻ 2 ടൈം ലൈൻ കാണിക്കണം, ഈ ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വേൾഡ് ബിൽഡിങ് ഇങ്ങനെ പറയേണ്ടത് കൊണ്ടാണ് അതിങ്ങനെ അതിൽ കുറച്ചൊരു ലിമിറ്റേഷൻ വന്നിട്ടുള്ളത്. പക്ഷേ ഉള്ള സാധനങ്ങൾ നല്ല ഗംഭീരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞ് നമ്മൾ ഈ ഫ്രാഞ്ചൈസിൽ നിന്ന് ആകെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈവൺ ഇപ്പോൾ ഡ്യൂഡും നമ്മുടെ അബുവും ഒരു പുഴയുടെ അപ്പുറത്തപ്പുറത്ത് നിന്നിട്ട് ഒരു കൊഞ്ഞനം കുത്തുന്ന സീനുണ്ട്. അത് മതി നമുക്ക്. അത് കാണാനാണ് ഞാൻ പോയത്. അങ്ങനത്തെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇവരുടെ ഈ മാനറിസംസും ഇവരുടെ ഈ ഒരു കൗണ്ടേഴ്സും ഈവൺ ആ ടെമ്പോയിൽ ഇരുന്നിട്ട് ഇവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് നോക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ ഒരു പൾസ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഡയറക്ടർ ഇത് എടുത്തിട്ടുള്ളതും. അതുകൊണ്ട് നല്ലൊരു ഫൺ റൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇതിൽ ഈ ഒരു ടൈം ലൈൻ കാണിക്കുന്നു, പ്രത്യേകിച്ച് അവർ പാസ്റ്റും ഫ്യൂച്ചറൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ പാസ്റ്റ് കാണിക്കുന്നതിൽ ഇവർ ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട്. അവർ പഴയ രാജാക്കന്മാരുടെ ആ ഒരു കാലഘട്ടവും അതൊക്കെ പ്രോപ്പറായിട്ട് ഇവർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ സ്ഥലങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. എൻ്റെ തൊട്ടടുത്താണ്, ഇവിടെ മലമ്പുഴയിലാണ് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആ പാലമൊക്കെ അവിടെ ഉള്ളൊരു പാലത്തിനെ എക്സ്പാൻഡ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു ടൈം ട്രാവലും ടൈം ലൈനൊക്കെ അതൊക്കെ തന്നെ നീറ്റായിട്ട് പടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇതിലൊരു ക്യാരക്ടറിൻ്റെ പേര് എനിക്കറിയില്ല, അല്ലെങ്കിൽ ആക്ട്രസിൻ്റെ പേര് ഞാൻ നോക്കിയില്ല. ഒരു ഫോറിൻ ആക്ട്രസ് ഉണ്ട്. ആൾ നല്ല കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല പ്രോപ്പർ, ഇപ്പോൾ ഏത് ടൈം ലൈൻ വന്നാലും നല്ല പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് ഒരു കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ആ ഒരു ക്യാരക്ടറിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ആ ഒരു ക്യാരക്ടറിൻ്റെ കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. ഒരു എക്സ്ട്രാ അഡീഷണൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. അത് പ്രോപ്പറായിട്ട് ഇതിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നല്ല പ്രോപ്പർ കാസ്റ്റിംഗ്. സാധാരണ മറ്റു പടങ്ങളിലൊക്കെ തന്നെ ഈ പ്രത്യേകിച്ച് മലയാളത്തിലും തമിഴിലൊക്കെ ഇതുപോലെ ഫോറിൻ ആക്ടേഴ്സിനെ കൊണ്ടുവരുമ്പോൾ ഒരു ആരോ ഒരാൾ വന്ന് പോകുന്നു അല്ലാതെ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ നല്ല പ്രോപ്പറായിട്ട് അതിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നല്ല കാസ്റ്റിംഗ്. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പേഴ്സണലി ഈ ഒരു പടത്തിന് കയറുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പിക്ചറുണ്ട്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എനിക്ക് കുറച്ച് നേരം ഒരു തിയേറ്ററിൽ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ചിരിക്കണം, അത്രേ ഉള്ളൂ. ആ കാര്യം ഈ സിനിമ സെർവ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ആട് കണ്ടവരാണെങ്കിൽ, ഇപ്പോൾ ഇതൊന്നും കാണാത്തവർ ഇത് ആദ്യമായിട്ട് ഈ സിനിമ കാണുമ്പോൾ ഇതെന്താ ഇവർ കാണിക്കണത്, ഫുൾ കോമാളിത്തരം കാണിക്കണമെന്ന് തോന്നും. പക്ഷെ നമ്മളത് കാണാൻ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഈ ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ അത് ഈ പടത്തിലുണ്ട്. സോ ആട് 1ഉം 2ഉം കണ്ടവരാണെങ്കിൽ, ഈ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, കുറച്ച് നേരം നിങ്ങൾക്ക് ഇതേപോലെ കോമഡി സിനിമകൾ നമുക്ക് കിട്ടാതിരിക്കുകയാണ്, തിയേറ്ററിൽ നമുക്ക് വരുന്നില്ല എന്ന് പരാതിയുള്ള ആളാണ് നിങ്ങളെങ്കിൽ, കുറച്ച് നേരം നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് ഒരു ക്രൗഡ് ഫീൽഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിലിരുന്ന് കുറച്ച് നേരം ഇരുന്ന് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം തന്നെയാണ്. സോ ആട് 3യുടെ പാർട്ട് 1 ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്ത് അതെനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു പർപ്പസ് സർവ് ചെയ്തിട്ടുള്ള ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് നേരം ചിരിക്കാറുണ്ട് തിയേറ്ററിൽ പോയിട്ട്. സോ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.